എൻ്റെ തമ്മിൽ കാണുന്ന ആൾക്കാരായിരിക്കും ഇവളെന്ത് തേങ്ങയാണ് ഈ പറയാൻ പോകുന്നത് എന്നത്. പക്ഷെ ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഇന്നിവിടെ സംസാരിക്കണം എന്നെനിക്ക് തോന്നി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ് ആൻഡ് ലൈക്ക്. സോ ഇന്നലെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, അത് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇന്നലെ 3 to 11 ഷിഫ്റ്റ് ആയിരുന്നു. ഞാൻ ഹോമിലേക്ക് കയറി, ലൈക്ക് എൻ്റെ ജോലി സ്ഥലത്തേക്ക് കയറി വന്നപ്പോഴേക്കും ഒരു വേറെ സ്റ്റാഫുണ്ട്. പുള്ളിക്കാരി 9 to 5 ഷിഫ്റ്റിലുണ്ടായിരുന്നു. വന്ന ഒരാളാണ്, പുതിയ സ്റ്റാഫാണ്. വേറൊരു സ്ഥലത്തുനിന്ന് നമ്മുടെ അടുത്തോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരാളാണ്. പുള്ളിക്കാരി 40+ ഏജ് ഉണ്ട്. ആൻഡ് പക്ഷെ ലുക്ക് നോക്കിയിട്ട് ഭയങ്കര യങ് ആയിട്ട് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാൾ. എന്നിട്ട് കയറി വന്നോടെ ഞാൻ സംസാരിച്ചു. നോർമൽ, ലൈക്ക് ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന പോലെ വിഷ് ചെയ്തു, സുഖമാണോ എന്ന് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ഈ ജോലി സ്ഥലമൊക്കെ, പ്ലേസ് ഇഷ്ടപ്പെട്ടോ, അങ്ങനെയുള്ള കോമൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. പ്ലസ് അവര് സപ്പർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് ജോലി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഒരു ടേബിളിന്റെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി. പുള്ളിക്കാരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയും ഫാമിലിനെ പറ്റിയും ഒക്കെ എന്നെ ഫോട്ടോസൊക്കെ കാണിച്ചു, മക്കളുടെ ഫോട്ടോസൊക്കെ കാണിച്ചു. ഞാൻ എന്റെയും ലൈഫ് സ്റ്റോറീസും ഒക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അലോണയുടെ ഇംഗ്ലീഷ് ഭയങ്കര നല്ല, ഇറ്റ്സ് വെരി ക്ലിയർ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മറ്റേ എക്സ്പ്രഷൻ ഇല്ല, അതായത് അതെ 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 അതെ, പുള്ളിക്കാരി എന്നെ ആക്കുവാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി. അതുകൂടാണ്ട് പുള്ളിക്കാരി 3 കാര്യം കൂടെ എന്നോട് പെട്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ നോക്കിയിട്ട് പുള്ളിക്കാരി പറഞ്ഞു, അലോണ, യു ആർ സോ കൈൻഡ്, ലവ്ലി ആൻഡ് എ കൺസിഡറബിൾ പേഴ്സൺ. ഞാനിങ്ങനെ പെട്ടെന്ന് വാട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി. എനിക്ക് പെട്ടെന്ന് തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു. കാരണം നമുക്ക് അറിയില്ലല്ലോ എന്തുകൊണ്ടാ. അത് പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ കൺസിഡറബിൾ പേഴ്സൺ എന്ന് പറയാനുള്ള കാരണം എന്നറിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ വേറൊരാളിങ്ങനെ കൺസിഡർ ചെയ്തിട്ടൊന്നും ചെയ്തില്ലല്ലോ എന്നൊരു സാധനമാണ് എനിക്ക് പെട്ടെന്ന് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണം, ഐ നീഡ് ടു നോ അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ഹോമിലേക്ക് കയറി വന്നവിടെ പുള്ളിക്കാരിനെ വിഷ് ചെയ്തു. പുള്ളിക്കാരി പുതിയൊരു സ്റ്റാഫായിട്ട് കൂടി ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് സുഖമാണെന്നൊക്കെ ചോദിച്ച്, ഈ ഹോം എങ്ങനെയുണ്ട്, ലൈക്ക് വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. ആൻഡ് സപ്പർ ഉണ്ടാക്കി കൊടുത്തതിന് താങ്ക്സ് പറഞ്ഞു. ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഭയങ്കര കൈൻഡ് ആണ്, ഭയങ്കര ലവ്ലി ആണ് ആൻഡ് കൺസിഡറബിൾ പേഴ്സൺ ആണെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിപ്പോയി. ഈശ്വര, ഇങ്ങനെയൊക്കെ ഇത് എല്ലാവരും യൂഷ്വലി ചെയ്യുന്ന ഒരു കാര്യമല്ലേ? ഇതിപ്പോ ഇങ്ങനെ ഇത്രയും ക്വാളിറ്റി ഈ 3-4 വാക്കുകൾ കൊണ്ട് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നല്ലൊരു ലൈക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. 2 മണിക്കൂർ പുള്ളിക്കാരുടെ കൂടെ എനിക്ക് ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ബൈ ബൈ ഒക്കെ പറഞ്ഞു, നമ്പറൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ നല്ലൊരു, പക്ഷേ ഇത് ഞാൻ രാത്രി വീട്ടിൽ ചെന്നിട്ട് 11 മണി തൊട്ടിട്ട് എനിക്കൊരു രാവിലെ വരെ ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ മൈൻഡിൽ ക്വസ്റ്റ്യൻസും, ഇത് വളരെ ചെറിയൊരു കാര്യമല്ലേ, ഇതിപ്പോൾ ഇത്ര പറയാനിരിക്കുന്നുണ്ടോ, ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ, അങ്ങനെയൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നല്ലൊരു മെസ്സേജ് അല്ലേ എന്ന് ഞാൻ ലൈക്ക് വളരെ ചെറിയ വേർഡ്സ് നമ്മൾ വിചാരിക്കും ഒരാളോട് ഗുഡ് മോർണിംഗ് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ ഒരാളോട് സുഖമാണോ എന്ന് ചോദിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല, ഒക്കെ ചെറിയ കാര്യങ്ങളല്ലേ എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും വേറൊരാൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ വേറെ ആളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് ഇന്നലെ മനസ്സിലായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആൻഡ് ഒരു പരിചയമില്ലാത്ത ഒരാളുടെ സൈഡിൽ നിന്നും എനിക്കിങ്ങനെ നല്ലൊരു കോംപ്ലിമെൻ്റ് ഒക്കെ കിട്ടിയതിൽ എനിക്കൊരു റിവാർഡ് പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കേൾക്കുന്ന ഓഡിയൻസിനോടും ഇങ്ങനൊരു മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്നുള്ളത്. സോ എവരി വൺ ഷുഡ് ആസ്ക് ദംസെൽഫ് one simple question, that am I kind, lovely and considerable person to others?
ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നെനിക്ക് തോന്നുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ ആൻഡ് മെസ്സേജ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ. Ma.